Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്ലാന്റ് ലേഔട്ട് ആൻഡ് മെയിൻ്റനൻസ്. What is plant location? A plant is a place where the raw materials are processed to get the desired products with the help of men, money, machinery and equipments. Plant location means deciding a most appropriate, economic and suitable site, area, place, etc. where the plant or factory will start functioning. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ്, മണി, മെഷീനറി, എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടെ. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്ലേസാണ് പ്ലാന്റ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ എപ്പോഴും ഡിസൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിളായിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയയും പ്ലേസുമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. Plant location involves two main activities as follows. First one, selection of suitable geographic region. Second, selection of specific site in that region. Factors to be considered in locating industrial plants. First one, availability of raw material. നമ്മൾ എപ്പോഴും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. അതായത് റോ മെറ്റീരിയൽ കൂടുതലുള്ള സ്ഥലങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കൂടുതലും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒറീസ, ബീഹാർ സ്ഥലങ്ങളാണ്. കാരണം അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കൂടുതലും ഉള്ളത് ആ സ്ഥലങ്ങളിലാണ്. നെക്സ്റ്റ്, പ്രോക്സിമിറ്റി ടു മാർക്കറ്റ്. എപ്പോഴും ഫാക്ടറി പ്ലേസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിന് അടുത്തുകൊണ്ടായിരിക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ റോ മെറ്റീരിയലും പ്രോഡക്റ്റും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. റോഡ്, റെയിൽ, വാട്ടർ, എയർ ഏതാണ് സ്യൂട്ട് ആവുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂവൽ. നമുക്ക് ആവശ്യമുള്ള പവർ, ഇപ്പോൾ ഇലക്ട്രിക് പവർ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ഇലക്ട്രിക് പവർ അതിൻ്റെ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ ആവശ്യമുള്ള ഫ്യൂവലും അവൈലബിൾ ആയിരിക്കണം. നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ ലേബർ. നമുക്ക് പ്ലാന്റിന് അടുത്ത് തന്നെ ലേബർ ഫോഴ്സ് എപ്പോഴും ആവശ്യമായിരിക്കണം. നെക്സ്റ്റ്, ക്ലൈമറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ക്ലൈമറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹീറ്റിംഗ്, വെൻറ്റിലേറ്റിംഗ്, എയർ കണ്ടീഷൻ ഫീൽഡൊക്കെ കൂടുതലും ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് ഇതിന് ക്ലൈമറ്റ് റീജിയൻ കൂടുതലായിട്ടും ഒരു പ്രോബ്ലം അല്ല. നെക്സ്റ്റ് വരുന്നതാണ് കൊമേഴ്ഷ്യൽ ഫെസിലിറ്റീസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ക്യാഷ് മണി എന്ന് പറയുന്നത്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഫാക്ടറിയുടെ അടുത്ത് തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആവശ്യമായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ലോക്കൽ ലോസ്. നമ്മളൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കാരണം ബാക്ക്വേർഡ് ഏരിയാസിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഒരുപാട് കൺസെഷൻ വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, ടാക്സ് ഉണ്ടാവില്ല, ടാക്സ് എക്സംഷൻ ആയിരിക്കും. അതുപോലെ സബ്സിഡികൾ ഉണ്ടായിരിക്കും. അതുപോലെ സൈറ്റ് ആൻഡ് ബിൽഡിംഗ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതേപോലെ ഇലക്ട്രിക് ചാർജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാന്റ് വയ്ക്കുന്ന സമയത്ത് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ബാക്ക്വേർഡ് ഏരിയാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കൺസെഷൻസ് കിട്ടും. നെക്സ്റ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ലോക്കൽ പീപ്പിൾ. എപ്പോഴും ലോക്കൽ പീപ്പിളിനെ നമ്മൾ ഒരു പ്രോഗ്രാമിൻ്റെ എക്സ്പാൻഷനിൽ നല്ല കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ലോക്കൽ പീപ്പിളിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അതൊരു വലിയൊരു ഫാക്ടറാണ്. ലോക്കൽ പീപ്പിൾ ഓപ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പ്ലാച്ചിമോള കൊക്കക്കോള കമ്പനി. ലോക്കൽ പീപ്പിൾ എപ്പോഴും അതിന് ഓപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിപ്പോൾ എക്സിസ്റ്റ് ചെയ്യാനും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നെക്സ്റ്റാണ് ഡിഫെൻസ് ഫ്രം എനിമി അറ്റാക്ക്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. നോർമലി എനിമി അറ്റാക്ക് ഉണ്ടാവുന്നത് നമ്മൾ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയോ ക്യാപിറ്റലിലോ ആയിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടുതലായിട്ടും ഒഴിവാക്കുക. നെക്സ്റ്റ്, റിക്വയർമെൻറ്റ് ഗവേണിംഗ് ചോയ്സ് ഓഫ് എ സിറ്റി ലൊക്കേഷൻ. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് അവൈലബിലിറ്റി ഓഫ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ലേബർ ഫോഴ്സ്. ഇപ്പോൾ സപ്ലൈ എപ്പോഴും ലേബർ ഫോഴ്സിൻ്റെ സപ്ലൈ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് സ്കിൽഡ് എംപ്ലോയീസ്. നെക്സ്റ്റ്, റാപ്പിഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കോൺടാക്ട് വിത്ത് സപ്ലൈസ് ആൻഡ് കസ്റ്റമേഴ്സ്. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും. സിറ്റി ആകുമ്പോൾ, സിറ്റി ലൊക്കേഷൻ ആണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലാണ്. അതുപോലെ സപ്ലൈസിനായിട്ടും കസ്റ്റമേഴ്സിനായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റും. സ്മോൾ പ്ലാന്റ് സൈറ്റ് ആൻഡ് മൾട്ടി ഫ്ലോർ ഓപ്പറേഷൻ. ഒന്നെങ്കിൽ സ്മോൾ പ്ലാന്റ് സൈറ്റ് ആയിരിക്കും. അതുപോലെ സിറ്റി ആണെങ്കിൽ മൾട്ടി ഫ്ലോർ ഓപ്പറേഷൻ നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ process heavily depend on city facilities and utilize good communication facilities like telephone, telex, fax, internet etc. communication facilities ഉണ്ട്, നല്ല communication facilities. അതുപോലെ ഗുഡ് ബാങ്കിങ് ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്. ഇതെല്ലാം നമുക്കൊരു സിറ്റി ലൊക്കേഷനിൽ എപ്പോഴും റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ്, പ്ലാൻ ലേഔട്ട്. എ പ്ലാൻ ലേഔട്ട് പോപ്പുലർലി നോൺ ആസ് ഫെസിലിറ്റി ലേഔട്ട്. After having desired location and site, the next is to draw out a floor plan indicating the location of machines, men, supporting facilities etc. നമ്മളൊരു പ്ലാൻ ലേഔട്ടിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫെസിലിറ്റി ലേഔട്ട്. നമ്മളൊരു ഇൻഡസ്ട്രിക്ക് ഒരു പ്ലാൻ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോർ പ്ലാന് വർക്ക് ചെയ്യുന്നതാണ്. ആ ഫ്ലോർ പ്ലാനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെഷീൻസിൻ്റെ ലൊക്കേഷൻ, അതുപോലെ മെയിൻ സപ്പോർട്ടിങ് ഫെസിലിറ്റീസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു ഫ്ലോർ പ്ലാന് തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാൻ ലേഔട്ട്. ഒരു പ്ലാൻ ലേഔട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമ്മൾ പ്ലാൻ ലേഔട്ട് ഡെവലപ്പ് ചെയ്യുന്ന എൻജിനീയേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രിൻസിപ്പിൾസ് അവൈലബിൾ ഉണ്ട്. അതൊരു സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് പ്രിൻസിപ്പിളാണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷനിൽ പറയുന്നത് ഓൾ ദി പ്രൊഡക്ഷൻ റിസോഴ്സസ് ലൈക്ക് മെൻ, മെറ്റീരിയൽ, മെഷീനറീസ്, എക്യുപ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് ആസ് പെർ ദി പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. നമ്മൾ എല്ലാ പ്രൊഡക്ഷൻ റിസോഴ്സസും, അതായത് മെൻ, മെറ്റീരിയൽ, മെഷീനറീസ്, എക്യുപ്മെൻ്റ് എല്ലാം പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ലോജിക്കൽ സീക്വൻസ് അറേഞ്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് മിനിമം മൂവ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിങ്. നമ്മളെപ്പോഴും നമ്പർ ഓഫ് മൂവ്മെൻറ്റ്, മെൻ മെറ്റീരിയലിൻ്റെ നമ്പർ ഓഫ് മൂവ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം, മിനിമൈസ് ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് സ്മൂത്ത് മെറ്റീരിയൽ ഫ്ലോ. മെറ്റീരിയൽ ഫ്ലോ എപ്പോഴും എന്തായിരിക്കും, സ്മൂത്തായിട്ട് നടക്കണം. അതായത് ഡിലേയും കൺജഷനും ഒന്നും വരാതെ സ്മൂത്തായിട്ട് നടക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ക്യൂബിക് സ്പേസ് യൂട്ടിലൈസേഷൻ. അതായത് നമ്മൾ ഒരു പ്ലാന്റിലെ 2 ഡയമെൻഷണൽ സ്പേസ് അഡീഷണലായിട്ട് യൂസ് ചെയ്യുക. അതായത് ഫ്ലോർ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് 3 ഡയമെൻഷണൽ സ്പേസും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ എംപ്റ്റി സ്പേസ്, വാളും സീലിങ്ങൊക്കെ ചെയ്തിട്ടുള്ള എംപ്റ്റി സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ്, മെറ്റീരിയൽസിൻ്റെ സ്റ്റോറിങ് ആയിട്ട് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് സേഫ് ആൻഡ് ഇംപ്രൂവ്ഡ് എൻവിറോൺമെൻറ്റ്. എപ്പോഴും വർക്കിംഗ് പ്ലേസ് എപ്പോഴും എംപ്ലോയീസിന് നല്ല സേഫ്റ്റി ആയിരിക്കണം നൽകേണ്ടത്. എപ്പോഴും ഷുഡ് ബി സേഫ് ആയിരിക്കണം. അതുപോലെ വെൻറ്റിലേറ്റഡ് ആയിരിക്കണം. അതുപോലെ പൊടികളിൽ നിന്നൊക്കെ എപ്പോഴും ഫ്രീ ഫ്രം ഡസ്റ്റ് ആയിരിക്കണം. നോയ്സ് കുറയണം. ഫ്യൂംസ് ഉണ്ടാവാൻ പാടില്ല, ഓഡേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മറ്റുള്ള ഹസാർഡ്സ് ഒന്നും വരാൻ പാടില്ല. എപ്പോഴും സേഫ്റ്റി ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കറിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ബെറ്റർ എംപ്ലോയർ റിലേഷൻഷിപ്പും ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം ഒരു കസ്റ്റമറിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റും എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുത്തുമ്പോൾ നമ്മുടെ ലേഔട്ട് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ക്യാപ്പബിൾ ആയിരിക്കണം നമ്മളുടെ ലേഔട്ട്. അപ്പോൾ എപ്പോഴും ലേഔട്ട് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഏറ്റവും ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്.
അതിൻ്റെ മോഡൽസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതായത് നമ്മൾ ഹ്യൂമൻസിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ മോഡൽസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മളെ ലൊക്കേഷനിൽ പറ്റണം. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ലേഔട്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രീ ഡിറ്റർമൈൻഡ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ആൻഡ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ. നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സ് പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഫെസിലിറ്റേറ്റ് ക്വിക്ക് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മെൻ ബൈ റെഡ്യൂസിങ് ടൈം ഓഫ് വെയിറ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയലിൻ്റെയും എംപ്ലോയീസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് എളുപ്പം പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെയും മറ്റിൻ്റെയൊക്കെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും. മിനിമൈസ് മെറ്റീരിയൽ മൂവ്മെൻറ്റ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും മിനിമൈസ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ലൈക്ക് മെൻ, മെറ്റീരിയൽ ആൻഡ് മെഷീൻസ്. നമുക്ക് മെറ്റീരിയൽ, മെഷീൻസിനൊക്കെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. വർക്കിംഗ് കണ്ടീഷൻസ് ആർ സേഫർ, ബെറ്റർ ആൻഡ് ഇംപ്രൂവ്ഡ്. നമ്മൾ വർക്കിംഗ് കണ്ടീഷൻസ് എപ്പോഴും സേഫ് ആക്കുക, അതുപോലെ ബെറ്റർ ആക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. പ്ലാൻ മെയിൻ്റനൻസ് ബിക്കം ഈസിയർ. പ്ലാൻ മെയിൻ്റനൻസ് ഈസിയാക്കുക. ഇതൊക്കെയാണ് ഒരു പ്ലാൻ ലേഔട്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ് പ്ലാൻ ലേഔട്ട്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഇംപ്രൂവ്മെൻറ്റ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബേഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ. സേഫ് ആൻഡ് ഇംപ്രൂവ്ഡ് എൻവയോൺമെൻറ്റ് ടു വർക്കേഴ്സ്. റെഡ്യൂസ്ഡ് സിംപ്ലിഫൈഡ് പ്ലാൻ മെയിൻ്റനൻസ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പ്ലാൻ ലേഔട്ട്. മെയിനായിട്ട് 4 ടൈപ്പ് പ്ലാൻ ലേഔട്ടാണുള്ളത്. ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്, പ്രോഡക്റ്റ് ലേഔട്ട് വീണ്ടും 2 തരംതിരിച്ചിട്ടുണ്ട്. പേസ്ഡ് ലൈൻ ലേഔട്ട്, അതുപോലെ അൺപേസ്ഡ് ലൈൻ ലേഔട്ട്. തേർഡ്, പ്രോസസ് ലേഔട്ട്. ഫോർത്ത്, കോമ്പിനേഷൻ ഓഫ് പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ലേഔട്ട്. ഫസ്റ്റ് വൺ, ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. In this type of layout, the major equipment or product remains in a fixed place and all tools, machines, men and materials are brought to it. ഫിക്സ്ഡ് പൊസിഷൻ ലേഔട്ടിൽ മെയിനായിട്ട് മേജർ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മേജർ പ്രോഡക്റ്റ് എപ്പോഴും ഫിക്സ്ഡ് പ്ലേസിൽ തന്നെ ആയിരിക്കും. ദ ജോബ് ഈസ് കംപ്ലീറ്റ്ലി വെൻ ദ മേജർ എക്യുപ്മെൻറ്റ് പ്രോഡക്റ്റ് ലീവിങ് ദ ലൊക്കേഷൻ. പ്രോഡക്റ്റ് ലേഔട്ട്. ഇൻ എ പ്രോഡക്റ്റ് type layout, the machines are arranged in the logical sequence of operation along the flow lines. പ്രോഡക്റ്റ് ലൈഫ് ലേഔട്ടിൽ മെഷീൻസൊക്കെ നമ്മൾ ഓപ്പറേഷൻ്റെ സീക്വൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ലേഔട്ടിൽ പറയുന്ന മറ്റൊരു പേരാണ് ലൈൻ ലേഔട്ട്. പ്രോഡക്റ്റ് ലേഔട്ട് ആർ ഓഫ് 2 types, പേസ്ഡ് ലൈൻ ലേഔട്ട്, അൺപേസ്ഡ് ലൈൻ ലേഔട്ട്. പേസ്ഡ് ലൈൻ layout. In these work centers are connected through a conveyor belt system. Based line layout പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് സെൻറ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന കൺവെയർ ബെൽറ്റ് സിസ്റ്റത്തിലൂടെ ആയിരിക്കും. അൺപേസ്ഡ് ലൈൻ ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ദ വർക്ക് സെൻറ്റേഴ്സ് കനോട്ട് ബി കണക്റ്റഡ് ബൈ കൺവെയർ ബട്ട് സെപ്പറേറ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ഡിഫറെൻറ്റ് വർക്ക് സെൻറ്റേഴ്സ്. അൺപേസ്ഡ് ലൈനിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല, കൺവെയർ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അതിന് പകരം സെപ്പറേറ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് നടക്കുന്നത്. നെക്സ്റ്റ്, പ്രോസസ് ലേഔട്ട്. ഇൻ ദിസ് ലേഔട്ട് മെഷീൻസ് ആൻഡ് സർവീസസ് ആർ ഗ്രൂപ്പ്ഡ് ഓൺ എ ഫങ്ഷണൽ ബേസിസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദി സെയിം ടൈപ്പ് ആർ പെർഫോംഡ് ഇൻ ദ സെയിം ഏരിയ. പ്രോസസ് ലേഔട്ടിൽ മെഷീൻസും സർവീസസും ഫങ്ഷണൽ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ സെയിം ഓപ്പറേഷൻസ് എല്ലാം സെയിം ഏരിയയിലായിരിക്കും പെർഫോം ചെയ്യുക. Combination of product and process layout. Combination layout gives the advantages of process and product layout. A combination layout is useful where an item is being made in different types and size. Combination layout എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ലേഔട്ടിൻ്റെയും പ്രോഡക്റ്റ് ലേഔട്ടിൻ്റെയും അഡ്വാൻറ്റേജാണ് കോമ്പിനേഷൻ ലേഔട്ടിലുള്ളത്. അതായത് ഒരു പ്രോഡക്റ്റിനെ ഡിഫറെൻറ്റ് ടൈപ്പിലും സൈസിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ലേഔട്ട് യൂസ് ചെയ്തിട്ടാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാന്റ് ലേഔട്ട്. അതിൽ ഫസ്റ്റ് വൺ, പ്ലാൻ ലേഔട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ജോബ് പ്രൊഡക്ഷൻ ഉണ്ട്, ബാച്ച് പ്രൊഡക്ഷൻ ഉണ്ട്, മാസ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫിക്സഡ് പൊസിഷൻ ലേഔട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജോബ് പ്രൊഡക്ഷനും
പ്രോസസ് ലേഔട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാച്ച് പ്രൊഡക്ഷനും ജോബ് ഓർഡർ പ്രൊഡക്ഷനും, അതുപോലെ പ്രോഡക്റ്റ് ലേഔട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ് പ്രൊഡക്ഷനും, കമ്പൈൻ ലേഔട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാച്ച് ടൈപ്പ് പ്രൊഡക്ഷനും. നെക്സ്റ്റാണ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. പ്രൊഡക്ഷൻ സിസ്റ്റം എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മെഷീൻ്റെ പ്രോസസ്സും പ്രൊസീജിയറും ഡിറ്റർമിൻ ചെയ്യാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ മെഷീനിലും യൂസ് ചെയ്യുന്ന ടൈം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഔട്ടിൻ്റെ മേജർ ഇൻഫ്ലുവൻസ് ആണ്. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഏരിയ. ലേഔട്ട് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ അനുസരിച്ചാണ്. അതായത് ഫ്ലോർ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻസും മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ, ഹാൻഡിങ് എക്യുപ്മെൻറ്റ്, എംപ്ലോയീസിനെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഒരു പ്രോഡക്റ്റ് ലേഔട്ടിൽ നമ്മളെപ്പോഴും ഒരു കൺവെയർ ബെൽറ്റ് സിസ്റ്റം, അതുപോലെ ഓട്ടോമാറ്റിക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റൊക്കെ പ്രൊപ്പോസ് ചെയ്യും. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലേഔട്ടിനനുസരിച്ചാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓരോ മെഷീൻ്റെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ അക്കോമഡേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബിൽഡിങ്ങിനനുസരിച്ചാണ്. പിന്നെ ബിൽഡിങ്ങിനനുസരിച്ച് നമ്മൾ എപ്പോഴും വെൻറ്റിലേഷൻ ഏരിയയും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻ. എപ്പോഴും ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള ഒരു സ്പേസ് ഒരു ലേഔട്ടിൽ നമ്മൾ പെർമിറ്റ് ചെയ്യണം. എപ്പോഴും ഒരു സ്പേസ് ഓഫീസിന്, ലബോറട്ടറീസ്, അതുപോലെ ഫസ്റ്റ് എയ്ഡ് റൂം, ക്യാൻറ്റീന്, മെഷീൻ റിപ്പയർ റൂം, ഇപ്പോൾ ഇൻസ്പെക്ഷൻ ബൂത്ത്, സ്റ്റെയേഴ്സ്, എലിവേറ്റർ, എക്യുപ്മെൻറ്റ് സ്റ്റോറേജ്, ടൂൾ റൂം, സ്റ്റോക്ക് റൂം, ഇതിനൊക്കെയുള്ള ഒരു സ്പേസ് എന്തായിരിക്കണം, ലേഔട്ടിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റാണ് പ്ലാന്റ് മെയിൻ്റനൻസ്. Plant maintenance consists of all activities needed to keep the plant, machinery, tools and equipment service, including building and fitting, is standard working condition. പ്ലാന്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാന്റുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിനെയും ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യാനാണ് നമ്മൾ പ്ലാന്റ് മെയിൻ്റനൻസ് യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, മെയിനായിട്ട് 5 ടൈപ്പ് മെയിൻ്റനൻസ് ആണുള്ളത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് മെയിൻ്റനൻസ് ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പ്ലാന്റ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്ലാന്റ് മെയിൻ്റനൻസ്. അതായത് ബ്രേക്ക് ഡൗണ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മുന്നേ മെയിൻ്റനൻസ് ചെയ്യുന്നതിനാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഫെയിലർ പ്രെഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. ഫ്യൂച്ചർ ഫെയിലർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യും. അതായത് ഇലക്ട്രോണിക് സെൻസർ, ഓഡിയോ ഗാഡ്ജസ്റ്റ്, വൈബ്രേഷൻ അനലൈസറൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വേരിയേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ് നടത്തും. ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് കറക്റ്റീവ് മെയിൻ്റനൻസ്. മെഷീൻസൊക്കെ ഔട്ട് ഓഫ് ഓർഡർ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസാണ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. നെക്സ്റ്റ് ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രീ പ്ലാൻഡ് ഷെഡ്യൂൾ, ടൈം ടേബിൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസാണ് ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 വീലറിൽ നമ്മൾ ഓയിൽ ചേഞ്ച്, ലൂബ്രിക്കേഷൻ സിസ്റ്റം ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാറ്ററി മെയിൻ്റനൻസൊക്കെ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസാണ്. നെക്സ്റ്റ് വരുന്നത് കണ്ടീഷൻ ബേസ്ഡ് മെയിൻ്റനൻസ്. കണ്ടീഷൻ ബേസ്ഡ് മെയിൻ്റനൻസ് ഉള്ള സ്പെഷ്യൽ ടൈപ്പ് മെയിൻ്റനൻസ് ആണ്. അതായത് ഹൈലി പ്രിസിഷൻ മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കണ്ടീഷൻ ബേസ്ഡ് മെയിൻ്റനൻസ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചറോ പ്രഷറോ, സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ ലിമിറ്റിനേക്കാളും കൂടുമ്പോൾ അലാംസ് അടിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ട്രബിൾ ചെക്ക് ചെയ്യാനും, ട്രബിൾ ഉണ്ടെങ്കിൽ നടത്താനും, ട്രബിൾ ഷൂട്ടിങ്ങും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന റിപ്പയർസൊക്കെയാണ് കണ്ടീഷൻ ബേസ്ഡ് മെയിൻ്റനൻസിൽ പറയുന്നത്. ഇതുവരെ അടുത്ത കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.